എല്ലാവർക്കും നമസ്കാരം. സോ എല്ലാവരും യൂട്യൂബൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ്. സോ ബാച്ചിലേഴ്സിനും ഫാമിലീസിനും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും അടിപൊളിയായിട്ട് സ്പീഡായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ ഫസ്റ്റ് ഡിഷ് ഞങ്ങൾ കാണിക്കുന്നത്. ഇത് നമ്മൾ യൂഷ്വലി വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഹറിബറി സിറ്റുവേഷൻസിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഉടായ്പ് എന്ന അടിപൊളി അതാണ്. അതിനകത്തേക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ബാസ്മതി റൈസ്. ഇത് എക്സൽ സെല്ലാണ് ഈ ബാസ്മതി റൈസ്. സോ ഇത് നമ്മളിപ്പോൾ ഏകദേശം 1 കപ്പ് റൈസ് ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് വിത്ത് പെപ്പറും എഗ്ഗും കൂടി ഇട്ടിട്ട് വരട്ടെടുത്തിരിക്കുന്നതാണ്, സ്ക്രാമ്പിൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ദെൻ ഫ്രോസൺ ആയിട്ട് ഇത് നമ്മൾ UAE ബേസ്ഡ് ആണ്, അപ്പോൾ UAE സെറ്റ് ഉണ്ടായിട്ടുള്ളത്. സോ അവിടെ കിട്ടുന്ന ഒരു തരം നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇതെല്ലാം മിക്സഡ് വെജിറ്റബിൾസും കൂടിയിട്ടുള്ള ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടാവും. സോ പീസുണ്ട്, നമ്മളുടെ ക്യാരറ്റ് ഉണ്ട്, ദെൻ കോണുണ്ട്, ദെൻ ഗ്രീൻ പീസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം. ദെൻ സൺഫ്ലവർ ഓയിൽ, പെപ്പർ, ഉപ്പ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, ഹോട്ട് ആൻഡ് സോസ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ദെൻ പാനിലേക്ക് ഇത്രയും മതി, സംഭവം ഹെവി ഐറ്റം കിട്ടും. സോ പാനിലേക്ക് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഇത്ര റൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റൈസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അല്പം ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഞാൻ ഫുള്ളി സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞു. സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ സ്ട്രെയിൻ ചെയ്യുമ്പോഴല്ല, സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒരു കുക്കറിനകത്ത് നിറയെ വെള്ളം എടുത്തിട്ട് അരി കുക്കറിൽ ഒരുപോലെ കഴിക്കും. സോ ആ കൊഴുപ്പ് മൊത്തം അങ്ങോട്ട് സ്ട്രെയിൻ ഔട്ടായിട്ട് നമുക്ക് വിട്ടുവിട്ട അരി പോലെ ഇതേപോലെ വിട്ടുവിട്ട അരി കിട്ടും. ഓക്കെ, പിന്നെ തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. ഞങ്ങൾ ആദ്യത്തെ സംരംഭമാണ്, ഒന്ന് വിജയിപ്പിച്ചാണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത വെജീസ് മൊത്തം എന്ത് ചെയ്യാം, ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ശരിക്കും റൈസിനേക്കാളും കൂടുതൽ നമുക്ക് അത് ഉള്ളത് എന്താണ്, വെജീസാണ്. കാരണം വേറെ കറിയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്ക് സോസ് ഉണ്ടെങ്കിൽ മാത്രം മാനേജ് ചെയ്യാൻ പറ്റുന്നു. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എന്താ പോർഷൻസൊക്കെ മാറ്റി എന്ത് ചെയ്യണം, സോട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ദെൻ ഫസ്റ്റ് ഐറ്റം പെപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരോട് പെപ്പർ നല്ലോണം പൊടിച്ച് പെപ്പറോട് ഇങ്ങനെ നീട്ടി കൊടുക്കും. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ പെപ്പർ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ അല്പം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് സോയാ സോസ്, ദെൻ ടൊമാറ്റോ സോസ്, then hot and sauces. ഇതെല്ലാം നമ്മൾ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എന്ത് ചെയ്തത് അങ്ങോട്ട് ഡീപ്പായിട്ട് ചേർത്ത്. ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യണം കീഴാക്കി മറിക്കണം. ഒരാഴ്ച കൂടെ ഉണ്ട്, എഗ്ഗും കൂടി ആഡ് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർലി നമുക്ക് ഉണ്ടാക്കി ശേഷം
സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗും കൂടി ചേർക്കാം നമ്മൾ. ഓക്കെ, ഇനി ഇതിപ്പോൾ സെറ്റാകും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ടേസ്റ്റ് ചെയ്യാറായിട്ടില്ല. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇതിന് നമുക്ക് ഈ സോയാ സോസ് കുറയ്ക്കുകയാണെങ്കിൽ കളറ് വൈറ്റിഷ് ആയിട്ട് കിട്ടും. പക്ഷേ സോയാ സോസ് നമുക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന്